നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ ആയുധ ശേഖരം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പലതരത്തിലുള്ള മിസൈലുകൾ, അതും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ തന്നെ ഇറാന്റെ ആയുധപ്പുരയിലുണ്ട്. 2019 തന്നെ ഇറാന് ഒരു ഭൂഗർഭ അറകളുണ്ടെന്നും ആ ഭൂഗർഭ അറ വെറുതെ അല്ല, അതിലെല്ലാത്തിലും മിസൈലുകളുടെ വമ്പൻ ശേഖരണങ്ങൾ ആണെന്ന് അല്ലെങ്കിൽ ശേഖരമാണ് എന്ന് 2019 തന്നെ വാർത്ത വന്നതാണ്. അമേരിക്ക അടക്കമുള്ളവർ ഭയക്കുന്ന തരത്തിലുള്ള മിസൈൽ ശേഖരണം ഇറാന്റെ കയ്യിലുണ്ട് എന്ന് അന്നേ വ്യക്തമാക്കിയതാണ്. ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ എന്നാണ് അന്ന് അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയവരെല്ലാവരും തന്നെ അതിനെ വിളിച്ചിരുന്നത്. ശത്രു രാജ്യങ്ങൾക്ക് എന്നും ഭീഷണിയാണ് ഇറാന്റെ ഈ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ. അത്യാധുനിക ശേഷിയുള്ള മിസൈലുകൾ വലിയ കോൺക്രീറ്റ് പാളികൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ മറച്ചു വെച്ചിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്. ആയുധങ്ങളുടെ വലിയൊരു ശേഖരം മിഡിൽ ഈസ്റ്റേൺ സ്റ്റേറ്റായ ഇറാന്റെ മണ്ണിൽ ചിതറിക്കിടക്കുകയാണ്. ശത്രുക്കൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്താൻ സജ്ജമായിട്ടാണ് ഇതെല്ലാം വിന്യസിച്ചിരിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ റവല്യൂഷണറി ഗാർഡ് എയറോസ്പേസ് ഡിവിഷന്റെ കമാൻഡർ ആയിരുന്ന ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദെ നേരത്തെ തന്നെ ഇറാനിയൻ ഭൂഗർഭ ആയുധ ശേഖരത്തിന്റെ വീഡിയോ പ്രക്ഷേപണം ചെയ്തിരുന്നു 2019. കോഡ് 7500 എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറാന്റെ ആയുധപ്പുര ടെഹ്റാനിലെ ഖോജ്റയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശത്രുക്കൾ തെറ്റ് ചെയ്താൽ ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അഗ്നിപർവ്വതം പോലെ മിസൈൽ താവളങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നാണ് അന്ന് തന്നെ ഹാജിസാദി മുന്നറിയിപ്പ് നൽകിയത്. ഉറപ്പുള്ള കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചതും മിസൈലുകൾ നിറച്ചതുമായ ഭൂഗർഭ സൈനിക താവളങ്ങളുടെ ചിത്രങ്ങൾ ഇടയ്ക്കിടെ ഇറാൻ സൈന്യം തന്നെ പുറത്തുവിടാറുണ്ട്. ബങ്കറുകൾ തകർക്കും ബോംബുകളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കോഡ് 7500. ഇറാനിയൻ ടിവിയിൽ പ്രക്ഷേപണം ചെയ്ത വീഡിയോയിൽ 400 മൈൽ ദൂരപരിധിയിലുള്ള ക്വിയാം 1 ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടുന്ന നിരവധി മിസൈലുകൾ കോഡ് 7500 കാണാൻ കഴിയും എന്ന് 2019 തന്നെ വ്യക്തമായതാണ്. ഇറാന്റെ പുതിയ മിസൈലുകളുടെ നിർമ്മാണവും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഇറാന്റെ പ്രശസ്തമായ ഷഹാബ് 3 ഇടത്തരം മിസൈലുകളുടെ നിർമ്മാണത്തിനുള്ള സ്ഥലമാണ് കോഡ് 7500. ഷൂട്ടിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഷഹാബിന് 186 മൈൽ വരെ രാസായുധ പോർമുഖങ്ങൾ വഹിച്ച കുതിക്കാൻ കഴിയും. ഉത്തര കൊറിയയിൽ നിന്നാണ് ഈ മിസൈലുകൾ വാങ്ങിയത് എന്നും റിപ്പോർട്ടുകളുണ്ട്. പടിഞ്ഞാറ് ഇറാനിലാണ് ലാർഖായിസൺ ബേസ് സ്ഥിതി ചെയ്യുന്നത്. പർവ്വതനിരകളിലാണ് ഇതിന്റെ കവാടം. ഇത് വിശാലമായ തുരങ്ക സമുച്ചയമാണ്. ഈ സ്ഥലം വളരെ പരിരക്ഷിതവും സുരക്ഷിതവുമാണ് എന്നാണ് NCRIA വൃത്തങ്ങൾ പറയുന്നത്. കർശനമായ സുരക്ഷ നിലനിർത്തുന്നതിനായി മൊബൈൽ ഫോൺ സിഗ്നലുകൾ, ഇന്റർനെറ്റ് എന്നിവ വിലക്കിയ പ്രദേശമാണ് ഇറാന്റെ രഹസ്യ കേന്ദ്രങ്ങൾ. ഇറാനിയൻ തീരത്താണ് മറ്റൊരു മിസൈൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും അന്ന് പുറത്തു വന്ന അതേ വാർത്ത കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല ചിത്രങ്ങളും. ഇറാൻ സജ്ജമായിരിക്കുകയാണ്. ഏത് തരത്തിൽ ചെറുതും വലുതുമായ ഏത് തരം യുദ്ധം ചെയ്യുവാനും ഇറാന് പൂർണ്ണ സമ്മതമാണ്, അതിനൊരു മടിയുമില്ല എന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. കോഡ് 7500 വീണ്ടും സജീവ ചർച്ചകളിൽ ഇടം പിടിക്കുകയുമാണ്.